നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വർഷം ചിത്തിര നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചിത്തിര നക്ഷത്രക്കാരറിയാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലത്തിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവര് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും കഷ്ടപ്പാടും സഹിക്കാൻ സന്നദ്ധത ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത്. അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടുന്നതില് ഇവരെ പോലെ കഴിവുള്ള നക്ഷത്രക്കാര് വേറെ വളരെ കുറവാണ്. ഈ നക്ഷത്രത്തിൽ പിറന്നവര് പൊതുവെ ശാന്തശീലരായിട്ടാണ് കാണുന്നത്. സ്വപ്രയത്നം കൊണ്ട് ശത്രുക്കളെ നിഷ്കരുണം പരാജയപ്പെടുത്തുന്നവരാണ് ഈ നക്ഷത്രക്കാര്. നീതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. കുടുംബത്തിന്റെ അന്തസ്സ് കളയുവാനായിട്ട് ഈ നക്ഷത്രക്കാർ ഒരിക്കലും സമ്മതിക്കുകയില്ല. എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സന്തോഷകരമായിട്ട് കണ്ടുവരുന്നില്ല. ചിത്തിര നക്ഷത്രക്കാരിൽ പിറന്നവര് മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവരാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരേ സമയത്ത് തന്നെ വിശാല മനസ്ഥിതിയും ചിലപ്പോൾ സങ്കുചിത ചിന്താഗതിയും ഇവരിൽ കാണുന്നു എന്നുള്ളതാണ്. ഇവർക്കെതിരെ അപവാദ പ്രചരണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ സാധാരണ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാറില്ല. വാക്ചാതുര്യം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഈ ചിത്തിര നക്ഷത്രക്കാര്. ചിത്തിര നക്ഷത്രത്തിന്റെ പകുതി കന്നിക്കൂറിലും ബാക്കി പകുതി തുലാപ്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വ ദശയിലാണ് ജനന. ഇവരുടെ ഗൂഢസ്വഭാവം, അഭിമാനം എന്നിവ ചിത്തിര നക്ഷത്രത്തിന്റെ ജന്മഫലങ്ങളാണ്. 3.5 വയസ്സ് വരെ ഇവർക്ക് ചൊവ്വാദശയാണ്. തുടർന്ന് 18 വർഷം രാഹുവും 16 വർഷം വ്യാഴവും 19 വർഷം ശനിയും 17 വർഷം ബുധനും 7 വർഷം കേതുവും 20 വർഷം ശുക്രനുമാണ് ഇവരുടെ ദശാകാലങ്ങള്. ഇവര് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങള് വിശാഖവും തൃക്കേട്ടയും പൂരാടവും കാർത്തികയും പൂയവുമാണ്. കന്നിക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യനിറങ്ങള് പച്ച, വെള്ള, മഞ്ഞ എന്നിവയാണ്. തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറം ഓറഞ്ച്, വെള്ള, ചുവപ്പാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രധാന അറിയിപ്പ്, നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2025 വിഷു വർഷത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഏപ്രിൽ 14, അതായത് വിഷു ദിവസം മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഏപ്രിൽ മാസം ഇവർക്ക് സമ്മിശ്ര ഫലമാണ് കാണുന്നത്. ഉദ്ദിഷ്ട കാര്യമൊക്കെ സാധിക്കുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീരുന്നുണ്ട്. തൊഴില് പുരോഗതി കാണുന്നുണ്ട്. ഏപ്രിൽ 15, 17, 19, 21, 24, 25 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ സമയം ഇവർക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കാം. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. മെയ് മാസം വളരെ ശുഭകരമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കടന്നു പോകുന്നത്. മെയ് 1, 3, 5, 7, 9, 12, 14, 15, 16, 22, 23, 24, 27, 28, 29 തീയതികളിൽ എന്ത് ചെയ്താലും അത് ശുഭകരമായിട്ട് മാറുന്നതാണ്. ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവുന്നതാണ്. കാർഷിക വിഭവങ്ങളിൽ നിന്നൊക്കെ ആദായം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളോടൊക്കെ നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഈ വിഷുവർഷം ഈ ആദ്യത്തെ 3 മാസം വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ജൂൺ മാസത്തില് വളരെ നല്ല അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജൂൺ 1, 3, 5, 7, 9, 12, 15 തീയതികള് വളരെ ശുഭകരമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യവസായ രംഗത്ത് പ്രതീക്ഷിച്ച അത്ര ലാഭം ഉണ്ടാവുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ കാലതാമസം കണ്ടുവരുന്നുണ്ട്. കൂടാതെ അപവാദ പ്രചരണങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ് ജൂലൈ മാസം. ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ശത്രു സംഹാരത്തിനായിട്ട് ശിവപൂജ നടത്തുന്നതും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. ജൂലൈ 1, 3, 12 തീയതികൾ വളരെ ശുഭകരമായിരിക്കും. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കടം കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് നന്നായി പ്രയാസപ്പെടേണ്ടി വരും.
പുതിയ വീട് പണിയാനോ പുതുക്കി പണിയാനോ ഒക്കെ ഉള്ള ആരംഭഘട്ടങ്ങൾ കുറിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓഗസ്റ്റ് മാസം വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകണം. ശത്രുക്കളുടെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണം നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നുണ്ട്. ശിവപ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും. ഓഗസ്റ്റ് 3, 12, 17 തീയതികൾ വളരെ ശുഭകരമാണ്. സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ വൻ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ചില അപവാദ പ്രചരണങ്ങളൊക്കെ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട്. അന്യരുടെ കാര്യങ്ങൾ ഇടപെട്ട് ധനം നഷ്ടമാകാനുള്ള ഇട കാണുന്നുണ്ട്. അതിന് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുക. ഈ സമയം നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ വരെ നിങ്ങൾക്ക് അത്ര നല്ല ഒരു സമയമല്ല. ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം ശിവഭഗവാനെ മുറുകെ പിടിക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന ദോഷങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. മാതാവിന്റെ ആഗ്രഹമൊക്കെ സഫലീകരിക്കുന്നതാണ്. സ്വജനങ്ങളുടെ നിരസമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തനാവുന്നതാണ്. മറ്റ് 3 മാസങ്ങളെ സംബന്ധിച്ച് ഒക്ടോബർ മാസം വളരെ നല്ലൊരു മാസമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോലി ലഭിക്കുന്നുണ്ട്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ഒക്ടോബർ 3, 5, 6, 7, 12, 14, 15, 23, 27 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ ദിവസം എന്ത് ചെയ്താലും ശുഭകരമായിട്ട് തന്നെ ഭവിക്കുന്നതാണ്. നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വളരെയധികം വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഉറ്റമിത്രങ്ങൾ നിങ്ങളെ ചതിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാവുന്നുണ്ട്. മാതാപിതാക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറുന്നുണ്ട്. ഈ നവംബർ മാസത്തിൽ ചില സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നവംബർ മാസം വളരെ ശുഭകരമായിട്ട് തന്നെ നിങ്ങൾക്ക് പര്യവസാനിക്കുന്നതാണ്. നവംബർ 4, 7, 12, 15 തീയതികൾ വളരെ ശുഭകരമാണ്. ഡിസംബർ, ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ അധികമായിട്ട് ഇടപെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഈ വർഷം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചില ഇടപെടലുകൾ നടത്തി അവിടെ നിന്ന് അപവാദ പ്രചരണങ്ങളൊക്കെ കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വിഷുവർഷം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരുന്നുണ്ട്. പിതാവിനുണ്ടായിരുന്ന രോഗമൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. ഡിസംബർ 2, 7, 19, 22, 29 തീയതികൾ വളരെ ശുഭകരമാണ്. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ വൻ ലാഭം ഉണ്ടാവുന്നുണ്ട്. കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നുണ്ട്. അന്യദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇടയുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടതാണ്. ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജനുവരി 6, 12, 17 തീയതികൾ വളരെ ശുഭകരമാണ്. ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ഫെബ്രുവരിയിലെ ചില ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് വലിയൊരു രോഗത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ക്ഷിപ്രകോപം പല അനിഷ്ട സംഭവങ്ങൾക്കും ഇവിടെ വരും. അതുകൊണ്ട് കോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ചിലവ് അധികരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില പ്രവൃത്തികൾ മൂലം ഏറ്റവും അടുത്ത ആളുകൾ അകന്നു പോകാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കോപം വരുന്നതൊക്കെ അടക്കി കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ഫെബ്രുവരി 4, 7, 12 തീയതികൾ വളരെ ശുഭകരമാണ്. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തന രംഗങ്ങളിലൊക്കെ വൻ മുന്നേറ്റം കാണുന്നുണ്ട്. മാർച്ച് മാസം മുതൽ കാലം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് വരുന്നുണ്ട്. വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമാണ് മാർച്ച് മാസം മുതൽ. വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം തൊഴിലിനൊക്കെ പറ്റിയൊരു സമയമാണ് മാർച്ച് മാസം. ഈ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടെങ്കിലും ദോഷഫലങ്ങൾ വളരെ ഏറെയുണ്ട്. പക്ഷേങ്കിൽ ഇതെല്ലാം നിങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ദോഷഫലങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ വിശ്വസിക്കുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ശിവപ്രീതി നേടിയാൽ സർവ്വദോഷങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ്. കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും. ഈ അന്നദാനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ആർക്കെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെ നമ്മൾ ഒരിക്കലും അന്നദാനം എന്ന് പറയാറില്ല. ഭക്ഷണം ആർക്കാണോ ആവശ്യം, വളരെ ആവശ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ പുണ്യമുള്ള പ്രവൃത്തിയാണ്. ഈ മേൽ പറഞ്ഞിരിക്കുന്നത് ചിത്തിര നക്ഷത്രത്തിന്റെ പൊതുഫലങ്ങളാണ്. ഇത് നിങ്ങളുടെ ജനനസമയം അനുസരിച്ച് ഇതിലെ ഈ ഫലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.